ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. സമയം 9:25 നമ്മുടെ നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ലെവൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 24,650 ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും 24,920 അപ്പ് സൈഡ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഏതാണോ ടാപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. നിഫ്റ്റിയുടെ ലെവൽസ് ഇത് രണ്ടുമാണ്. അപ്പോൾ സെൻറ്ററിലാണ് മാർക്കറ്റ് ഉള്ളത്. രണ്ട് ലിക്വിഡിറ്റി ഏരിയയും ടാപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ലായിരുന്നു, കാരണം 2 ദിവസം ലൈവ് സെഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ദിവസം കുറച്ച് തിരക്കിലായിരുന്നു. ആ ഡേയ്സിലൊക്കെ 2 SL ഉണ്ടായിരുന്നു, 2 ദിവസം SL ആയിരുന്നു, ഒരു ദിവസം ഒരു ടാർജറ്റ് ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്താ പറയുക, വലിയ പ്രോഫിറ്റും വലിയ ലോസൊന്നും ഇല്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈക്വൽ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഒരുപാട് ഡിസ്റ്റൻസിലാണുള്ളത് ഇന്ന് മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നോക്കാം. ഇന്ന് ഏതെങ്കിലും ഓൾറെഡി പ്രീവിയസ് ഡേയിൽ നല്ലൊരു ലിക്വിഡിറ്റി എടുത്തതാണ്. ഇപ്പം ഓൾറെഡി അതിന് ശേഷം ഇന്നലെ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഇട്ടാണ് ലാസ്റ്റ് ടൈമിൽ. ഇനി അത് മുകളിലേക്ക് പോകുമെന്നും അറിയില്ല. ഇപ്പോൾ കറൻ്റ്ലി ലിക്വിഡിറ്റി ഏരിയയൊക്കെ ഒരുപാട് ഇന്ന് മാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് താഴെയും മേലെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റിയിൽ നോക്കാം നമുക്ക് ഓപ്പർച്യൂണിറ്റി. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:02 നമ്മൾ ഗോൾഡിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഗോൾഡിലൊരു ട്രേഡിനാണ് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലുള്ള സാധനം, ഒരു സ്കാൽപ്പിംഗ് ആണ്, വലിയൊരു ലോങ് ട്രേഡൊന്നുമല്ല. നിഫ്റ്റിയിലും ബാങ്കിലും ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. ഇതെന്താ വെച്ചാൽ മാർക്കറ്റ് ഓവറോൾ കണ്ടിന്യൂസ് ആയി താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ, അതും ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ എന്നാണ് എക്സാക്ട്ലി. അപ്പോൾ ആളുകൾ അവിടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് ചെയ്താണ്. ഒരു 2 പോയിൻ്റാണ് SL വെച്ചത്, അതുപോലെ ഒരു 5 പോയിൻറ്റ് സംതിങ് ആണ് ടാർജറ്റും വെച്ചത്. 50 മിനിറ്റ്സിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഒരു ട്രേഡ് ഇപ്പോൾ ഈ ഏരിയ 11:01 ട്രേഡ് വന്നത്. അതുപോലെ 2 പോയിൻ്റാണ് SL വരുന്നത്. അതുപോലെ ടാർജറ്റ് നമുക്ക് 1:5 ഇവിടെ കാണാം നിങ്ങൾക്ക്. 3,300 ആണ്, 2 പോയിൻ്റാണ് SL. 9,938 ആണ് ടാർജറ്റ്. 1:3 റേഞ്ചിലുണ്ട് ഓൾമോസ്റ്റ്. ഇത് ഈ ഒരു ഇവിടെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് 34-19 റേഞ്ചിലൊക്കെ ടാർജറ്റ് വെക്കാമായിരുന്നു, ആ ഒരു സ്വിംഗ് ലോയിലൊക്കെ. അപ്പോൾ നമുക്ക് 1:5 ഒക്കെ സുഖമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു തൊട്ടടുത്ത് തന്നെ ഒരു 5 മിനിറ്റ്സ് ഐഡിയസ് ഉണ്ടായതുകൊണ്ട് ഞാനവിടെ ടാർജറ്റ് വെച്ചതാണ്. നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൽ ക്യാപിറ്റൽ നിങ്ങൾക്ക് കാണാം 1,45,000 റേഞ്ചിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 1,80,000 വരെ പോയതാണ്. ട്രേഡ് ടൈമൊക്കെ കാണാം. ട്രേഡ് ടൈം 11:01 ട്രേഡ് ചെയ്യാൻ അടുത്ത്. അത് ആ ഒരു ക്യാൻഡിൽ ഒരു സെല്ല് ചെയ്തതാണ്. ഒരു അഗ്രസീവായിട്ടുള്ളൊരു ട്രേഡാണ്, സ്കാൽപ്പിംഗ് പോലെ. നോർമലി അങ്ങനെയുള്ള സമയങ്ങളിൽ മാർക്കറ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ഒരു 50 മിനിറ്റ്സിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ആളുകൾ അപ്പ് സൈഡിലേക്ക് കയറുമല്ലോ. അപ്പോൾ അവരുടെ അപ്പം ഓർഡേഴ്സ് ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കയറി. ഞാൻ പറഞ്ഞ പോലെ 1,80,000 വരെയൊക്കെ നമ്മുടെ ക്യാപിറ്റൽ പോയതാണ്. വീണ്ടും ഞാൻ ലോട്ട് സൈസ് 0.1 ഉള്ളത് 0.2 ആണ് ഇപ്പോൾ ഗോൾഡിൽ ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 4 SL അടിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡിൽ. അഗെയിൻ 1,40,000 റേഞ്ചിലേക്ക് പോയി ക്യാപിറ്റൽ. നമുക്ക് 50,000 വെച്ചിട്ടാണ് ഈ ഒരു അക്കൗണ്ടിൽ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ട്രേഡിങ് വിഡ്രോ ചെയ്തിട്ട് 50,000-ത്തിനാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അതാണ് 1,80,000 വരെ പോയത് 50,000 വെച്ച് ചെയ്തിട്ട്. അതിപ്പോൾ വീണ്ടും 1,40,000 എത്തിയിട്ടുണ്ട്. നമ്മുടെ ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് കേട്ടോ. അടിച്ചിട്ടില്ല, വെയിറ്റ് ചെയ്യാം. നമ്മളവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ടാർജറ്റാണ് അടിച്ചു, ഓക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് 9,938 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ വീണ്ടും 1,50,000 ആയിട്ടുണ്ട്. ഇതിൽ ഗോൾഡിൽ ആർക്കെങ്കിലും ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ XNSൻ്റെ ലിങ്ക് എങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഫ്രീ ആയിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് നല്ല ചാൻസസ് എപ്പോഴും ഗോൾഡിൽ, അല്ലെങ്കിൽ ഏത് ഇപ്പോൾ സ്കാൽപ്പിംഗ് ആണെങ്കിലും നമുക്ക് നല്ലൊരു പെട്ടെന്നൊരു മൊമെൻറ്റം, നമുക്ക് പ്രൈസ് ആക്ഷനൊക്കെ കുറച്ചും കൂടി വൃത്തിയിലുണ്ട് മാർക്കറ്റിൽ ഈ ഗോൾഡിൽ. ഓക്കെ, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ ചാൻസ് കിട്ടില്ല. സമയം 11:05 ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ചാൻസ് വരട്ടെ, ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. അതുപോലെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടൊക്കെ ഉണ്ട് കേട്ടോ 1 മിനിറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് 2 പോസിബിലിറ്റി ഉണ്ടായിരുന്നു. 50 മിനിറ്റ്സിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ ചെയ്ത് ഒക്കെ. ഏതായാലും ഇനിയിപ്പോൾ 5 മിനിറ്റ്സ് എടുത്തിട്ട് മുകളിൽ പോകുമെന്ന് അറിയില്ല. നമുക്ക് 3,407 റേഞ്ചിൽ ഒരു 5 മിനിറ്റ്സ്, ഒരു 50 മിനിറ്റ്സ് 1 അവറിൻ്റെ ഒക്കെ ലിക്വിഡിറ്റി ഉണ്ട് താഴെ. അതെടുക്കുകയാണെങ്കിൽ ഇനി മുകളിലേക്ക് നോക്കാം. ഏതായാലും ഇനി നോക്കാം. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:45 ആയിട്ടുണ്ട്. നമുക്കൊരു താഴേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. കാരണം മാർക്കറ്റ് നല്ല ബുള്ളിഷാണ് ഇന്ന് രാവിലെ മുതൽ. പക്ഷേ നമുക്ക് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒന്നും എടുക്കാതെ കണ്ടിന്യൂസ് ആയി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മാർക്ക് ചെയ്തൊരു ഏരിയ ഉണ്ട് 24,920 എന്നുള്ളൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് താഴേക്കുള്ള ട്രേഡാണ്. താഴെയുള്ളൊരു 5 മിനിറ്റ്സ് ഐഡിയസ് വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. അവിടേക്ക് പോയിൻ്റ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ട്രേഡും കൂടെ അവിടെ നിന്ന് ഉണ്ടാവും. നോക്കാം നമുക്ക്. മാർക്കറ്റ്
ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്നു. ലിക്വിഡിറ്റി ഏരിയ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുക്കും. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 5 മിനിറ്റ്സ് ലിക്വിഡിറ്റികൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എടുക്കാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചാൻസ് തന്നിട്ടില്ല. അപ്സൈഡിലേക്ക് സ്ട്രൈറ്റ് പോകുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് കിട്ടില്ല. കണ്ടിന്യൂസ് ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ എപ്പോഴും ബുള്ളിഷായിട്ട് പോകുന്ന മാർക്കറ്റിൽ നമുക്ക്, അല്ലെങ്കിൽ നല്ല ബുള്ളിഷായിട്ട് ഓക്കെ, നമ്മുടെ എൻട്രി ഏരിയ വന്നിട്ടുണ്ട്. നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. നമ്മുടെ 24,900 പുട്ട് ഓപ്ഷനാണ് ഞാൻ എടുത്തത്. 130.47 ആണ് നമുക്ക് എൻട്രി കിട്ടിയത്. നമ്മുടെ ചെറിയ പ്രോഫിറ്റിലാണ് ഇപ്പോൾ. മാർക്കറ്റ് ഓവറോൾ നല്ല ബുള്ളിഷാണ്, പക്ഷേ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ആകുമ്പോൾ ചെറിയ റിവേഴ്സൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ട്രേഡ് എടുക്കുന്നത്. അതുപോലെ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് ട്രേഡ് താഴേക്കുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് അനുസരിച്ച് മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയക്ക് എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് താഴേക്കാണ് അവസരം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി നമുക്ക് ഡെയിലി എന്താ പറയുക, വീക്കിലി ഒരു റിപ്പോർട്ട് പോലെയൊക്കെ ചെയ്യാനുള്ള അതിൻ്റെ ആളുകൾ സൂചിപ്പിക്കുന്ന പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ആഴ്ചയും കാണിക്കാൻ പറ്റുമെന്നൊക്കെ 1-2 വീഡിയോയിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, വീക്കിൻ്റെ അവസാനം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആ ആഴ്ച നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എത്ര ട്രേഡ് ചെയ്ത്, കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് ഡിസിപ്ലിനൊക്കെ കീപ്പപ്പ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് ലെവൽസ് മാർക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചായിരുന്നു. കാരണം അത് ഒരുപാട് റെഗുലേഷൻസിൻ്റെ, ഇതും റെഗുലേഷൻസ് ലൈവ് ട്രേഡ് ഇടാൻ പാടില്ല എന്നൊക്കെയുള്ള തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കില്ല, ലോസും പ്രോഫിറ്റും കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. ലെവൽസിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വീഡിയോയുടെ അവസാനം നമുക്ക് നെക്സ്റ്റ് ഡേൻ്റെ ലെവലും കൂടെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ എന്താ പറയുക, നെക്സ്റ്റ് ഡേൻ്റെ ലെവൽസ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ സംഭവം കുറച്ച് ലൈക്കും കമൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. വീഡിയോയുടെ റീച്ച് കൂടാനൊക്കെ ഹെൽപ്പാവും. അതുകൊണ്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നോക്കുക. അതായത് ലെവൽസ് നെക്സ്റ്റ് ഡേയിലുള്ള ലിക്വിഡിറ്റി ഏരിയാസ് മാർക്ക് ചെയ്യുന്ന വീഡിയോ മുന്നേ ചെയ്തിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ട്രേഡ് മുകളിലേക്ക് തന്നെ പോകണമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ താഴേക്കുള്ള ഓപ്ഷനാണ് എടുത്തത്, അതായത് പുട്ട് ഓപ്ഷനാണ് എടുത്തത്. പക്ഷേ മാർക്കറ്റ് അഗെയിൻ ബുള്ളിഷായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ SL 3000 റേഞ്ചിലാകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. നോക്കാം, 3000 ആകുമ്പോൾ SL അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡ് പോകുമ്പോൾ താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തതിൽ SL അടിക്കുകയാണെങ്കിൽ, SL അടിക്കാതെ നിൽക്കുക, ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് അപ്സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി ഏരിയയിലായിരിക്കും ടാർജറ്റ് വരിക. തിരിച്ച് കയറുന്നുണ്ടല്ലേ മാർക്കറ്റ്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ ട്രേഡിൽ. ഒരു ഓൾമോസ്റ്റ് 1:2 വരെയൊക്കെ പോയി, പിന്നെയാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. ഇവിടെ ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് സമയമായി നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. അതായത് 11:46 എടുത്തു. ഓൾമോസ്റ്റ് 1 മണിക്കൂറിൻ്റെ അടുത്തായി. 130 എൻട്രി, 124 SL. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ പ്രോപ്പർ സെറ്റപ്പ് പ്രകാരമാണ് ട്രേഡ് എടുത്തത്. പക്ഷേ നമ്മൾ ടാർജറ്റ് അടിക്കാത്തതുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് ചാൻസ് വരട്ടെ, ഞാൻ പറയാം. സമയം 2:12 നമ്മൾ എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ഇതുവരെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തത്. പക്ഷേ നമുക്ക് എൻട്രി ഒന്നും തരാതെ സ്ട്രൈറ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോയതാണ്. ചാൻസ് തന്നിട്ടില്ല. നിഫ്റ്റിയിൽ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി പോലും എടുത്തില്ല, കണ്ടിന്യൂസ് അപ്സൈഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള മാർക്കറ്റിൽ നമുക്ക് എൻട്രി കിട്ടാൻ പ്രയാസമാണ്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ് ആണെങ്കിൽ പലപ്പോഴും ഒരു OB ഏരിയ, ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്ന് പോകണ കാണാം. ഇവിടെ ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ കറക്റ്റ് ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചാൻസ് ഒന്നും തന്നിട്ടില്ല. പിന്നെ അതുമല്ല, ആ ഒരു സിങ് ഹൈയിലേക്കും ഡേ ഹൈയിലേക്കും ഒന്നും ടാർജറ്റും ഇല്ല. ക്യാൻഡിൽ ടാപ്പ് ആൻഡ് പോലും വന്നിട്ടില്ല, അവിടെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോയതാണ്. നിഫ്റ്റിയിലൊന്നും തൊട്ടിട്ട് പോലും ഇല്ല, കണ്ടിന്യൂസ് അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓരോ ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്ന് കണ്ടിന്യൂസ് അപ്സൈഡിലേക്ക് അങ്ങനെ പോവാണ്. അപ്പോൾ ചാൻസ് ഇല്ല, ചാൻസ് വരട്ടെ, ഞാൻ പറയാം. ഇത് സമയം 2:15, പിന്നെ വേറെ ട്രേഡ് ഇതുവരെ എടുത്തിട്ടില്ല.
2:15 നമ്മുടെ ഫസ്റ്റത്തെ രാവിലെ ചെയ്ത ആ ഒരൊറ്റ ട്രേഡാണ്. പിന്നെ അവസരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക. നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ മാത്രം എടുക്കുക. ഇനി വാശി പിടിച്ച ഒരു ദിവസം 5 ട്രേഡ് ചെയ്യണം, 2 ട്രേഡ് അങ്ങനെയൊന്നുമില്ല. ചാൻസ് വരുമ്പോൾ ട്രേഡ് എടുക്കുക, അത്രേ ഉള്ളൂ. ഏതായാലും ഇനി അവസരം വരുമോ നോക്കാം നമുക്ക്, ഞാൻ പറയാം. സമയം 3:09 നമുക്ക് പിന്നീട് അവസരം ലഭിച്ചിട്ടില്ല. കറക്റ്റ് രാവിലെ എടുത്ത ഒരൊറ്റ ട്രേഡാണ്, പിന്നെ ട്രേഡൊന്നും ചെയ്തിട്ടില്ല. അതല്ല, കണ്ടിന്യൂസ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചാൻസ് തരാതെ ഇവൻ ബാങ്ക് ആയാലും നിഫ്റ്റി ആയാലും കണ്ടിന്യൂസ് അപ്പ് സൈഡിലേക്കാണ്. ഇത്തരം മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് അവസരം ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം 3:10 നമുക്ക് ട്രേഡ് ടൈമില്ല. നാളത്തെ ദിവസം നോക്കാം. നാളെ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ട്രേഡ് ചെയ്യും. അതുപോലെ മറക്കരുത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. നാളെ ലെവൽസിൻ്റെ ഏരിയ, നെക്സ്റ്റ് ഡേയിലുള്ള ലിക്വിഡിറ്റി ഏരിയകളും കൂടി മാർക്ക് ചെയ്യണമെന്നെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു, ബൈ.